ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, നോമ്പ് കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിലും പീഡാനുഭവ ധ്യാനത്തിലും കൂടുതൽ പരിത്യാഗങ്ങളിലും ഉപവാസത്തിലും നോമ്പിലും മുന്നോട്ട് പോകുന്ന നോമ്പ് കാലത്തിലെ വലിയ ആഴ്ചയാണ്. ഉത്ഥാന തിരുനാളിന് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യ 53 നമുക്ക് ധ്യാന വിഷയം നോക്കാം. ഒപ്പം തന്നെ വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 11 23 മുതലുള്ള തിരുവചനങ്ങളും നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് വളരെ വളരെ നമുക്ക് അനുഗ്രഹപ്രദമാണ്. പുതിയ ഉടമ്പടി എപ്പോഴും യേശു ക്രിസ്തുവാണ്. ഉടമ്പടി പേടകമാണ് പരിശുദ്ധ മറിയം. ഉടമ്പടി യേശു ക്രിസ്തുവും ഉടമ്പടി പേടകം ഉടമ്പടിയെ വഹിച്ച അമ്മ പരിശുദ്ധ അമ്മ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ ദൗത്യം ഇതാണ്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ ദൗത്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഏറ്റവും വിശിഷ്ടവും അനുഗ്രഹപ്രദവുമായ വായനയാണ് അധ്യായം 11 23 മുതൽ പുതിയ ഉടമ്പടി. ഈ ദിവസങ്ങളിൽ നോമ്പുകാലത്തിൻ്റെ ഈ വലിയ ആഴ്ചയിൽ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാം. ആമേൻ.